ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഹേ ഗൈസ്, ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് 1:30-ക്കാണ് എണീറ്റത്. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രമേ സ്കിപ്പായതുള്ളൂ. ഇന്നലെ വരെ ഞങ്ങൾ കറക്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ കിടന്നപ്പോൾ ഒന്ന് ലേറ്റായി, അതുകൊണ്ട് എണീക്കാൻ ലേറ്റായി. കാരണം എല്ലാവരും ഭയങ്കര ചൂടൊക്കെ അല്ലായിരുന്നു. നമ്മളങ്ങനെ സംസാരിച്ച് ചോറ് വെച്ചു. ഇത് നമ്മൾ കൊഞ്ചാണ്. ഞാനിങ്ങനെ സവാളയൊക്കെ അരിഞ്ഞ് നമ്മളൊരു ചമ്മന്തി അരയ്ക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. ചോറ് ഇതുവരെ തിളച്ചില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, കഴിഞ്ഞ ദിവസമൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ചുമ്മാ ഇരിക്കും. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ഫുഡ് കഴിക്കാനുള്ളത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കും. ഭയങ്കര മടിയാണ് ഗൈസ്. അങ്ങനെ സാനിയെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് ഉണക്കക്കൊഞ്ച് നുള്ളാൻ പോയേക്കുവാണ്. അവളുടെ മുഖത്തെ സന്തോഷം നോക്കി. അങ്ങനെ ഞങ്ങൾ ചീനിച്ചട്ടിയൊക്കെ വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊഞ്ചിട്ടു. അവിടെ ഒരു 1.5 മീറ്റർ മാറി നിന്നാണ് കൊഞ്ചിരുന്നത്. പേടിച്ചിട്ടൊന്നുമല്ല, ജസ്റ്റ് ഫോർ സേഫ്റ്റിയാണ്. അങ്ങനെ ഞങ്ങളത് ഇങ്ങനെ ഇട്ട് ഇളക്കി അത് മാറ്റി വയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാനിയെ പോയി ഒന്ന് ചൊറിയാൻ പോയി, ജസ്റ്റ് ഫോർ സുഖം, അത്ര മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ വീണ്ടും എണ്ണ ഒഴിച്ചു. അതിനകത്ത് കുറച്ച് സവാളയും പച്ചമുളകും ഇട്ട് വീണ്ടും നമുക്ക് വഴറ്റണമല്ലോ, വഴറ്റി മാറ്റി വെച്ചു. അങ്ങനെ അതെല്ലാം കൂടെ വഴറ്റി മാറ്റി വെച്ചു. പിന്നെ അതിനകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റി ബാക്കിയാണ് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കൊഞ്ചിനകത്ത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് അതും ഒന്ന് വഴറ്റി മാറ്റി വെക്കണം. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്ത് ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണി ഇന്നലെ ഞാൻ നനച്ച് വെച്ചത് വിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് വിരിക്കാൻ പോയി. ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ വെയിലത്ത് കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ നിങ്ങൾ കണ്ടോ? അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ചോറ് വെന്ത് കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ചമ്മന്തിയും കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വയറ് നിറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഉറക്കത്തിന് പോവുകയാണ്. വേറെ പണിയൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഉച്ചയ്ക്ക് കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ അങ്ങോട്ട് പാസ്സാക്കി. വൈകിട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ ചുമ്മാ അപ്പുറത്തെ കുളം കാണാൻ പോയി. കുളം വരെ പോയി. അവിടെ ചെന്നപ്പോൾ രണ്ട് മൂന്ന് കൊച്ചുങ്ങൾ നിന്ന് കുളിക്കുകയായിരുന്നു. കുളിച്ചും കാണാൻ തന്നൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് പോയപ്പോൾ അവരെ കണ്ടു. ഞങ്ങൾ കുറച്ച് ഇടങ്ങ് നിന്നു. നമ്മളെന്തുകൊണ്ടാ ഡാർക്കിൽ കെയും ചെയ്യും, അല്ല കെ സിയും ഒരേ സൗണ്ട് അല്ലേ? നമ്മളെന്തുകൊണ്ടാ ഡാർക്കിൽ സിക്ക് വച്ച് സിക്ക് വരെ കെ യൂസ് ചെയ്യുന്ന പറ. സിക്ക് മണ്ടത്തിലാണ് അത് രണ്ടും ഒരേ സൗണ്ട് അല്ലേ? കെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? Because we can see in the dark. Because we can see in the dark. ഇതൊക്കെ ഞാൻ എന്തോ പറയുന്നത്. കോളം ഫ്രണ്ട് എടുത്ത് കമത്തി ഇടാൻ തോന്നുന്നു, പക്ഷെ നമ്മൾ ഇടരുത്. ഒരു പ്ലെയിനിൽ 502 കല്ലുമായിട്ട് പോവുകയാണ്. ഒക്കെ ക്യാരി ആയിട്ട് കൊണ്ടുപോകത്തില്ല, അതിലെ കൊണ്ടുപോകണേ. അതിൽ ഒരു കല്ല് മാത്രമേ താഴെ വീണു. ബാക്കി എത്ര ആയിരിക്കും? 501 കല്ല് കൊണ്ടുപോയി. 502 കല്ല് പോയി. 502 കല്ല് പോയി. അതുകൊണ്ട് താഴെ വീണ് ബാക്കി എത്ര? നമ്മൾ ആനേനെ എങ്ങനെ ശ്രദ്ധിക്കും? ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. ആനേനെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കും? വെട്ടി കേട്ടുണ്ട്. കഥവ് തുറക്കുക, ആനയെ ഫ്രിഡ്ജിനകത്ത് വെക്കുക. നമ്മളങ്ങനെ ജിറാഫിനെ ഫ്രിഡ്ജിനകത്ത് വെക്കും. കഥവൊക്കെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ആന ഓൾറെഡി ഇരിക്കില്ലേ, ആന എടുത്ത് മാറ്റിയിട്ട് ജിറാഫിനെ വെക്കും. 500 കല്ലുകാരും പറഞ്ഞു. സിംഹം പാർട്ടി നടക്കാം, രാജാവായല്ലോ. അപ്പം പാർട്ടിയിൽ ഒരാൾ മാത്രം വന്നില്ല, ആരായിരിക്കും? സിംഹം പാർട്ടി നടത്തി പാർട്ടി ഒരാൾ വന്നില്ല. പുലി. ജിറാഫ് ഫ്രിഡ്ജിൽ ഇരിക്കയില്ലേ. സാറെന്ന പെൺകൊച്ചിനെ ഈ ഒരു കുളം കിടക്കാം, പക്ഷെ ആ കുളത്തിൽ മുഴുവനും കുളമല്ല, ഒരു റിവർ, അത് കിടക്കാം. പക്ഷെ ആ റിവറിൽ മുഴുവനും ക്രോക്കഡൈൽസ് ആണ്. എങ്ങനെ കിടക്കും? അവൾ ഓൾറെഡി കിടന്നു, അവൾ എങ്ങനെ സേഫ് ആയിട്ട് കിടന്നു? എങ്ങനെ മോളിൽ ചോദിക്കും. ക്രോക്കഡൈൽ സിംഹത്തിന്റെ പാർട്ടിയിൽ പോയിട്ട് പോകുന്നു, പക്ഷെ എന്നാലും അവൾ മരിച്ചു. എങ്ങനെയായിരിക്കും? ജിറാഫ് പ്ലെയിൻ പോയില്ലേ, ഒരു തലയിലല്ല ഒരു പെട്ടില്ല. എനിക്കിതിനൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്തത് കൊണ്ട് ഉടനെ ഇവിടെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇവിടെയുള്ള ആൾക്കാർക്കും ലോജിക്ക് യൂസ് ചെയ്യണം. ലോജിക്. സാനിയുടെ ബുദ്ധിപരമായ ചോദ്യം കേട്ട് അവിടെ കുളിച്ചുകൊണ്ടിരുന്ന പിള്ളേർ വരെ എണീറ്റ് പോയെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് കടയിൽ പോയി ഒരു മുട്ടായി മേടിച്ചാൽ എന്താണെന്നുള്ള ആലോചന വന്നത്. അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് പോയി ഒരു മൈസൂർ പാക്കൊക്കെ വാങ്ങിച്ച് വന്നു. നിങ്ങളവിടെ എന്താ ഇതിന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇങ്ങനെയാണ് പറയാറ്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല ഇടിയും മിന്നലും മഴക്കോളും ഉണ്ടായിരുന്നു.
ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് കുറുക്കൊക്കെ കാച്ചി. ഇത് അമൃതം പൊടിയാണ് ഗൈസ്, സാനിക്ക് കിട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ അമൃതം പൊടിയും കാച്ചി. ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾക്കൊരു മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. ആ മാങ്ങ എടുത്ത് മുളകൊക്കെ ഇട്ട് കുറുക്കം കാച്ചി ഞങ്ങളിങ്ങനെ വിശാലമായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ ഗായ്സ്.